ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് തന്നെയാണ് വരാനുള്ളത്. സർക്കാരുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ആശമാരുടെ സമരം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് എം.എ. ബിന്ദു അടക്കം 3 സമര നേതാക്കൾ ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുകയാണ്. അതിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി വീണ ജോർജ് ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, ഞാൻ തുടക്കത്തിൽ പറയായിരുന്നു, ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ ദിവസമാണ്. പക്ഷേ എത്രയോ ദിവസങ്ങളായി സന്തോഷമില്ലാതെ ആശങ്കകളുമായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം തുടരുകയാണ് നമ്മുടെ ആശമാർ. നമ്മുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കാൻ, ഈ നാട്ടിലെ സാധാരണക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കാനും പോഷകാഹാരം ഉറപ്പുവരുത്താനും ഒക്കെ നിരന്തരം പ്രയത്നിച്ച് അവർ ഇന്നു തൊട്ട് നിരാഹാര സമരത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ അവരുടെ ആവേശത്തിനോ പോരാട്ട വീര്യത്തിനോ യാതൊരു കുറവുമില്ല എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇന്നലത്തെ ചർച്ചകളുടെ തുടർച്ചയായി ഇന്നിപ്പോൾ ഒരു ഡൽഹി യാത്രയൊക്കെ നടക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ ആശമാർ ഇതിനെയൊക്കെ കാണുന്നത്? ആശമാർ സമരത്തിന്റെ വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഒരുപക്ഷെ കുറച്ചുകൂടി തീവ്രമായ സമരത്തിലേക്ക് അവർ മാറുകയാണ്. അവരെ അതിന് നിർബന്ധിതരായെന്ന് വേണം പറയാൻ. സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി, നിയമസഭാ മാർച്ച് നടത്തി, പലതവണ സെക്രട്ടേറിയറ്റിന്റെ റോഡ് ഉപരോധിച്ചു, വളരെ ശാന്തമായി സമരം നടത്തി. പക്ഷെ ഒന്നുകൊണ്ടും പ്രയോജനമുണ്ടായില്ല. ഇന്നലെ അവർക്ക് വളരെ പ്രതീക്ഷ ഉണ്ടാക്കിയ നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ആദ്യം NHM ഡയറക്ടറും പിന്നീട് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ ആ ചർച്ചകളെല്ലാം പ്രഹസനമായി മാറി. തങ്ങളെ പരിഹസിക്കാൻ വിളിച്ച ചർച്ചകളാണോ എന്ന് ചോദിക്കേണ്ടി വന്നു ആശമാർക്ക്. ഏതായാലും ഒരു പരിഹാരവും ഇന്നലത്തെ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. സർക്കാരിന് ഒരു പുതിയ നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കാനായില്ല. അവരുടെ ആവശ്യങ്ങൾ ഇവിടെ കാണുന്ന ഈ ബോർഡിൽ അവരുടെ ആവശ്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അത് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ ആ സമരപന്തലിൽ അവർ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഓണറേറിയം 24 രൂപയാക്കുക, ആശമാർക്ക് വിരമിക്കലാനുകൂല്യം 5 ലക്ഷം നൽകുക, ഓണറേറിയത്തിന് മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക. മാനദണ്ഡത്തിന്റെ കാര്യത്തിൽ സർക്കാർ മാനദണ്ഡം പിൻവലിച്ചു വർക്കെങ്കിലും പിന്നീട് അതും ആശമാർ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഒന്നും ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ചർച്ചയിലും ഒരു തീരുമാനവും ഉണ്ടായില്ല. ഒരു പുതിയ നിർദ്ദേശവും അവർക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നില്ല. പകരം സമരത്തിൽ നിന്ന് പിന്മാറണം, സർക്കാർ ആശമാരെ ചേർത്ത് പിടിക്കുന്നവരാണ്, സർക്കാർ ആശമാർക്കൊപ്പമാണ്, നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്ത് വെയിലത്തും മഴയത്തും സമരം ചെയ്യുന്നുള്ള വിഷമമൊക്കെ മന്ത്രി വീണ ജോർജ് പങ്കുവച്ചെങ്കിലും അതിനപ്പുറത്തേക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു പോംവഴിയും ഒരു മരുന്നും ആരോഗ്യമന്ത്രിയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതാണ് സമരം ഈ രീതിയിൽ തുടരാൻ കാരണം. ഏതായാലും ആശമാർ ഇന്ന് നിരാഹാര സമരത്തിലേക്ക് പോകുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നിരാഹാര സമരം ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് എല്ലാ ഒരുക്കങ്ങളും ആയോ? എല്ലാവരും തയ്യാറായി വരുന്നുണ്ടോ? അതെ, എല്ലാവരും തയ്യാറാണ്. ഇപ്പൊ നിരാഹാരം നമ്മൾ ഔപചാരികമായിട്ട് ഇന്ന് 11 മണിക്കാണ് ആരംഭിക്കുന്നത്. കൂടുതൽ ശക്തമായിട്ട് സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഇന്ന് നിരാഹാരം ഇരിക്കുന്നത് നമ്മളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു, അതുപോലെ തന്നെ കഴിഞ്ഞ ഈ 38 ദിവസവും ഇവിടെ സമരത്തിനുണ്ടായിരുന്ന തങ്കമണി, ഷീജ എന്നിവരാണ് ഇന്ന് ആദ്യത്തെ ദിവസം നിരാഹാരം തുടങ്ങുന്നത്. ബിന്ദു, തങ്കമണി, ഷീജ, അതെ 3 പേരാണ്. ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്, പ്രതീക്ഷ ഉണ്ട്? അങ്ങനെ പറയാൻ പറ്റില്ല. അവര് മുഖ്യമന്ത്രി പോയപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ ഈ ആശമാരുടെ കാര്യമൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉറച്ച തീരുമാനമുണ്ട്. ഈ ഡിമാൻഡുകൾ നേടാതെ ഞങ്ങൾ പോകത്തില്ല. മുഖ്യമന്ത്രി ആശമാരുടെ കാര്യം പറയാനല്ല പോയത്, പക്ഷെ ആരോഗ്യമന്ത്രി പോകുന്നത് ആശമാരുടെ കാര്യം പറയാൻ ജെ.പി. നദ്ദയെ കാണാൻ പോകുന്നതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ആരോഗ്യമന്ത്രിക്ക് തനതായ രീതിയിൽ ഒരു തീരുമാനമെടുക്കാമെങ്കിൽ ഇത്രയും നാളുകൊണ്ട് അവർക്ക് എടുക്കാമായിരുന്നു. അവിടെ ആരാണ് ഇത് തീരുമാനിക്കുന്നതെന്നുള്ളതിന്റെ കാര്യത്തിൽ നമുക്കൊരു സംശയമുണ്ട്. ആരോഗ്യമന്ത്രി നദ്ദയെ കണ്ടിട്ടും കാര്യമൊന്നുമില്ലെന്നാണോ പറയുന്നത്? പ്രതീക്ഷയില്ലെന്നാണോ പറയുന്നത്? അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇത് ആരോഗ്യമന്ത്രി കേരളത്തിന്റെ മുഴുവൻ മന്ത്രിയാണ്. ഇത്രയും വലിയൊരു സമരം നടക്കുന്നത് ഒരുപക്ഷെ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നിർബന്ധിതമാണ് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യാനാണ് പോകുന്നു പറഞ്ഞു ഇന്നലെ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ. ഇന്നലെ പറഞ്ഞു. ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും പറഞ്ഞായിരുന്നു. പ്രതീക്ഷിക്കാനാണോ? പോയിട്ട് വരട്ടെ. ജെ.പി. നദ്ദ ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞതും ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന ആനുകൂല്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചർച്ച തുടങ്ങിയെന്നാണ്. ചർച്ച തുടങ്ങി പെട്ടെന്ന് തീരുമാനമെടുത്ത് ഉത്തരവായി വരട്ടെ. ഞങ്ങളിവിടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. അതുതന്നെയാണ് ഈ ഇത്ര വലിയ പ്രതിസന്ധി 39 ദിവസത്തിലേക്ക് സമരം എത്തുമ്പോഴും
ശുഭാപ്തി വിശ്വാസം അവർ കൈവിടുന്നില്ല. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ അവരുടെ ആത്മവീര്യത്തിനും ചോർച്ചയുണ്ടാകുന്നില്ല. ഇന്നലെ മന്ത്രിമാരുടെ ചർച്ചയ്ക്ക് ശേഷവും ചർച്ച പരാജയപ്പെട്ട ശേഷവും ശക്തമായ സമരവുമായി അവർ കൂടുതൽ ശക്തമായ സമരവുമായി അവർ തെരുവിലിറങ്ങുകയായിരുന്നു. റോഡ് ഉപരോധം അടക്കമുള്ള സമരങ്ങളിലേക്ക് ഇന്നലെ അവർ നീങ്ങേണ്ടിയും വന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ടതാണ് ജെ.പി. നദ്ദയുമായി ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തുന്ന കൂടിക്കാഴ്ച, ചർച്ച. ഒരു കാര്യമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേ അഭിപ്രായമാണ്. ആശമാർക്ക് ഇപ്പോൾ നൽകുന്ന ആനുകൂല്യങ്ങൾ പോരാ. അവർക്ക് ജീവിക്കാൻ ഇപ്പോഴുള്ള ഇൻസെന്റീവും ഓണററിയും ഒന്നും മതിയാകില്ല. അത് അവർക്ക് കൂട്ടി നൽകണം. അവർ ആ രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് എന്ന കാര്യത്തിൽ രണ്ട് സർക്കാരുകൾക്കും, സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരേ അഭിപ്രായമാണ്. പക്ഷേ എത്ര കൂട്ടി നൽകാനാകും, അത് എപ്പോൾ മുതൽ നൽകാനാകും എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും രണ്ട് സർക്കാരുകൾക്കും വ്യത്യസ്ത അഭിപ്രായമുള്ളത്. അല്ലെങ്കിൽ രണ്ടുപേരും ഒരു വ്യക്തമായ മറുപടി സമരക്കാർക്ക് നൽകാതെ പോകുന്നത്. ഏതായാലും ജെ.പി. നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പലതവണ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഈ ചർച്ചയിലും ആവശ്യപ്പെടുമെന്ന് വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആവശ്യം ഉന്നയിക്കുമ്പോൾ എങ്ങനെ നദ്ദ അതിനോട് പ്രതികരിക്കും? ഉടൻ തന്നെ ഇവരുടെ ഈ ആവശ്യങ്ങൾക്ക്, ഇവരുടെ ഈ സമര മുദ്രാവാക്യങ്ങൾക്ക് ഫലമുണ്ടാകുമോ? അതിന് ഉടനൊരു പരിസമാപ്തി 39 ദിവസം പിന്നിടുന്നു. സംസ്ഥാനത്ത് വേനൽ കടുക്കുകയാണ്. വല്ലാത്ത ചൂടാണ് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ. ഇവിടെ ഒരു 5 മിനിറ്റ് പോലും നമുക്ക് നിൽക്കാൻ കഴിയാത്തത്ര ചൂടുണ്ട്. ആ ചൂടിൽ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, ഇപ്പോൾ ഏതാണ്ട് 39 ദിവസമാകുന്നു ഇവർ ഈ ചൂട്ടിൽ. അപ്രതീക്ഷിതമായി എത്തുന്ന വേനൽ മഴയും ഒക്കെ പ്രകൃതിയുടെ എല്ലാ പ്രതികൂല ഘടകങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, പ്രതികൂല മഴയും വെയിലും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഇവർ ഈ രാത്രിയും പകലും ഇവിടെ അക്ഷരാർത്ഥത്തിൽ സമരം ചെയ്യുകയാണ്. ആ സമരം എന്ന് അവസാനിക്കും? ഇനിയെങ്കിലും പ്രതീക്ഷ ഉണ്ടാകുമോ? ആരോഗ്യമന്ത്രി ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയെ കാണാൻ ഡൽഹിയിലേക്ക് പോവുകയാണ്. പ്രതീക്ഷയുണ്ട്. ഇന്നലെ ഞങ്ങൾ കൂടിക്കാഴ്ചയിലും പറഞ്ഞു, ഞങ്ങൾ ഉടനെ കേന്ദ്രത്തിലോട്ട് പോകുന്നുണ്ട്, ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പ്രതീക്ഷ വേണം. ഇനി ഞങ്ങളിവിടെ പിടിച്ചിരുത്താതെ ഞങ്ങൾക്ക് നല്ല പോസിറ്റീവായുള്ള ഒരു ഉത്തരം തന്നെ ഞങ്ങൾ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ വന്നത്. പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇന്നലെ ഒന്നും മുന്നോട്ട് വയ്ക്കാൻ മന്ത്രിക്കുണ്ടായിരുന്നു. ഇന്നലെ ഒന്നും മുന്നോട്ട് വയ്ക്കാൻ അവര് തയ്യാറായില്ല. നമ്മുടെ ഈ ആവശ്യങ്ങളല്ല അവരെടുത്തത്, വേറെ കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമരം തീർത്ത് പോകാമോ, പിന്നീട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം? മാനദണ്ഡത്തിന്റെ കാര്യത്തിൽ ഇന്നലെ മന്ത്രി പറഞ്ഞു. മാനദണ്ഡം അത് ഇനി മാറ്റാൻ പറ്റില്ല. അത് കുറച്ച് ഇൻസെന്റീവ് കുറച്ച് ചെയ്താലും ഓണററിയും കിട്ടുമല്ലോ എന്ന് ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇൻസെന്റീവിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റാതെ വന്നാൽ വീണ്ടും അത് ഓണററിയും കട്ടാവുന്നുണ്ട്. അങ്ങനെയാണ് അവർ ക്രൈറ്റീരിയ മാറ്റിയിരിക്കുന്നത്. അതുതന്നെയാണ്. മാനദണ്ഡങ്ങളിലൊന്നും കാര്യമായ മാറ്റത്തിന് ഇതുവരെയും സർക്കാർ തയ്യാറായിട്ടില്ല. അത് മാറ്റാനുള്ള പരിമിതികളും ഇന്നലെ ആരോഗ്യമന്ത്രി ചർച്ചയിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴും അവർ പ്രതീക്ഷയിലാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷ, സംസ്ഥാനം അതിനൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷ. ഏതായാലും ജെ.പി. നദ്ദയെ കണ്ട ശേഷം എന്താകും ഇന്ന് ആരോഗ്യമന്ത്രിക്ക് പറയാനുള്ളത്? ജെ.പി. നദ്ദ എങ്ങനെയാകും സംസ്ഥാനത്തിന്റെ ആശമാരുടെ ആവശ്യത്തെ പരിഗണിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോഴും അരുൺ, ഒരു സംശയം. ഇന്നലത്തെ ആ ചർച്ച ആദ്യം NHMന്റെ ഡയറക്ടറുടെ തലത്തിൽ, അത് കഴിഞ്ഞ് ആരോഗ്യമന്ത്രിയുടെ തലത്തിൽ ചർച്ച നടക്കുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച കേന്ദ്ര ആരോഗ്യം, ഇത്രയും നാൾ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഞങ്ങളല്ല ചെയ്യേണ്ടത്, കേന്ദ്രമാണ് ചെയ്യേണ്ടതെന്നാണ്. ഇന്നലെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച വെക്കുന്നു, ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക തരത്തിലൊരു ചർച്ചയൊക്കെ വെച്ച് അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖമുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു ക്രിയാത്മകമായ ഒരു നിർദ്ദേശം പോലും ആ ചർച്ചയിൽ വെക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തായിരുന്നു ഇന്നലത്തെ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം? ഇത് അവർ കരുതിയതുപോലെ അങ്ങനെ അങ്ങ് ദുർബലമായി പോകില്ല എന്നൊരു തിരിച്ചറിവിൽ തന്നെയാണോ? നമ്മൾ ഇന്നലെ തന്നെ ഇക്കാര്യം ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ചോദിച്ചു. അവർ പറഞ്ഞത് ഇത് 38ാം ദിവസം ചർച്ച എന്നും 38ാം ദിവസം മാത്രം ചർച്ചയ്ക്ക് തയ്യാറായെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. 4ാം ദിവസവും 5ാം ദിവസവും സമരം തുടങ്ങി 4ാം ദിവസവും 5ാം ദിവസവും ഒക്കെ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അതിനൊരു പരിഹാരമുണ്ടായില്ല. ആ സമര ആവശ്യങ്ങളിൽ അവർ പിന്മാറിയില്ല. ആദ്യമൊക്കെ അനുകൂലമായ ഒരു സമരക്കാർ പ്രതികരിച്ചെങ്കിലും പിന്നീട് അവർ സമരം കൂടുതൽ കടുപ്പിക്കുകയാണ് ചെയ്തത്. സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ല. സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ആ സാഹചര്യത്തിൽ 7,000 നിന്ന് 3 ഇരട്ടിയുള്ള വർധന, 21,000 എന്ന ഈ ഓണറേറിയം വർധന തീർത്തും അപ്രായോഗികമാണെന്ന നിലപാട് സർക്കാർ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അനുകൂല നിലപാടെടുക്കാൻ സർക്കാരിന് കഴിയില്ല. കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. കേന്ദ്രം സ്വാഭാവികമായും സഹായം നൽകണം. അത് നൽകിയാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. അല്ലെങ്കിൽ നാമമാത്ര വർധന മാത്രമേ സംസ്ഥാന സർക്കാർ, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലവരുടെ ഓണറേറിയം 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം ആരോഗ്യമന്ത്രി ധനവകുപ്പിന് മുൻപാകെ വച്ചിരുന്നു. പക്ഷേ അതിൽ